പുതിയ കുട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ മഴ ഇല്ലാത്ത സമയത്ത് ഞാനിതാ കുടയും പിടിച്ചിട്ടേ നാലാൾ കാണട്ടെ പറഞ്ഞിട്ട് ഇതാ റോഡ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടീനെ സ്കൂളിലേക്ക് ബസ് കയറ്റി കൊടുത്തിട്ട് തിരിച്ച് വരണ വഴിയാണ് കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ഒരു 3:30 3:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചും തുമ്പിയൊക്കെ സ്കൂൾ വിട്ടിട്ട് വരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നല്ല വിശപ്പായിരിക്കും അല്ലേ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അധികം ബേക്കറി ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസുകളാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ്. ഞങ്ങളുടെ വീട്ടിൽ നിന്നേ തുമ്പിക്കുട്ടി ബസ് ഇറങ്ങണ സ്ഥലത്തേക്ക് ഒരു 2-3 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ബസ് വരുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാനിവിടെ എത്തിയിട്ട് അവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടായിട്ടുള്ളൂ. 2ാമത്തെ ദിവസം സ്കൂളിൽ പോയ ആ ഒരു ദിവസത്തെ വീഡിയോ ആണിത്. അങ്ങനെ ബസ് വരുമ്പോഴേക്കും ഞാനിതാ അതിൻ്റെ അടുത്ത് തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടീനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ സ്കൂളത്തെ കാര്യങ്ങൾ ചോദിക്കാനും അവളെ ഒന്ന് എടുക്കാനൊക്കെ ഒരുപാട് കൊതിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തുമ്പിക്കുട്ടീനെ എടുക്കുകയാണ്. അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് തുമ്പിക്കുട്ടീനെ എടുത്തു. അപ്പോഴേക്കും റിച്ചും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിച്ചുവിൻ്റെ സ്കൂൾ ബസ്സും ഈ ഒരു ബസ്സും ഏകദേശം ഒരേ ടൈമിലാണ് വരിക. അതുകൊണ്ട് 2ആളെയും കൂട്ടാട്ടോ. അങ്ങനെ ബസ്സിൽ നിന്ന് കുട്ടികളൊക്കെ ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തുമ്പിക്കുട്ടി എന്നെ കണ്ടതും വേഗം ചാടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്ത് പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. അങ്ങനെ നല്ല ആവിയിൽ വേവിച്ചെടുത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ശർക്കര അതേപോലെ തേങ്ങയും ജീരകവും ഏലക്കായും ഒക്കെ പാടെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിക്ക് ഗോതമ്പ് മാവന്നെ ചപ്പാത്തിക്ക് അതേപോലെ പൂരിക്കൊക്കെ കുഴക്കണ പോലെ കുഴയ്ക്കുക. ഒരു ഉരുള കയ്യിലെടുത്ത് അതിൻ്റെ നടുകിൽ ഈ ഒരു ശർക്കരയും അതേപോലെ തേങ്ങയൊക്കെ ഇട്ട ഒരു കൂട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. മക്കൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളെയും കാത്തിരിക്കുന്ന അമ്മമാരെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്.